ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. കാരണം എന്നെ വേദ് കുളിപ്പിക്കാനൊക്കെ വന്ന് അമ്മ ഞങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കുട്ടൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ അമ്മ വന്നിട്ടില്ല കേട്ടോ. അമ്മ ഒറ്റയ്ക്ക് അങ്ങനെ എങ്ങും പോകാറുമില്ല. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ അമ്മ വന്നത്. ഓട്ടോയൊക്കെ വിളിച്ചാണ് അമ്മ വന്നത്. ഒരുപാട് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതിന് ശേഷം പിന്നെ അമ്മ പോയി കേട്ടോ. അതിനുശേഷം ഒരു 11:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ചക്കക്കുരു ഒരുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് ചക്കക്കുരു, മാങ്ങയും മുരിങ്ങക്കോലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ പച്ചക്കറി മേടിക്കാൻ പോയാലും ചക്കക്കുരു എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പം അത് കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചക്കക്കുരു മാങ്ങായും റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം റൂമിലിരുന്ന് ആണ് സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ അരിയും ഒക്കെ ചെയ്യണ റൂമിലിരുന്നും അടുക്കളയിൽ നിന്നൊക്കെയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ചൂടും ആയതുകൊണ്ട് ഞാനാണെങ്കിൽ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ചൂടൊക്കെ ഉള്ള സമയത്ത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ്പ് പോലെ ഒരു ചെറിയൊരു ഷെഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 4 കാലൊക്കെ താട്ടി ഓലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തണലും കിട്ടും. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് ചക്കക്കുരു ഒരുക്കുവാണെങ്കിൽ നമുക്ക് കാറ്റും കിട്ടും. പിന്നെ ആ ഒരു ചക്കക്കുരു ഒരുക്കണ ആ തൊലിയൊന്നും പ്രത്യേകിച്ച് എങ്ങോട്ടും എടുത്തുകൊണ്ട് കളയണ്ട, അവിടെ തന്നെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ എന്നെ കണ്ടുകൊണ്ട് അമ്പാടി അങ്ങോട്ട് വന്നു. അപ്പോൾ അമ്പാടി ഫോൺ കൊടുക്കാൻ പറഞ്ഞ് വന്നതാണ് കേട്ടോ, കാത്തു വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പോൾ അവിടെ ഇരിക്കുക, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്പാടീനെ അവിടെ ഇരുത്തിയേക്കുവാണ് കേട്ടോ. അപ്പം അമ്മ ആ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മയായിട്ടാണ് ഞാൻ അവിടെ നിന്ന് വർത്താനമൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഴ നിൽക്കുന്ന സൈഡിലായിട്ട് കുറേ കോഴികൾ വന്ന് ചികഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ചവറൊക്കെ ഇങ്ങോട്ട് തട്ടി ഇടുവാണ് കേട്ടോ ആ ഒരു വശത്തേട്ട്. അപ്പം ഞങ്ങൾ അടിച്ചൊക്കെ വാരി അവിടെ ഇട്ട് കൂട്ടുന്നതാണ് കേട്ടോ. അപ്പം ഈ കോഴി അതൊക്കെ വേസ്റ്റൊക്കെ മൊത്തം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തട്ടിയിട്ടപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് പറയുമായിരുന്നു, ആ കോഴീനെ ഒന്ന് ഓടിച്ചു വിടുമെന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനവിടെ അനങ്ങാണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും കോഴി അവിടെ തന്നെ നിൽക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ, അയലോക്കത്തെ കോഴിയാണ്. ഒരു 8-10 ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. അപ്പം എല്ലാം അവിടെ ചികഞ്ഞ് ആകെ നാശാക്കിയിട്ടിട്ട് പോകും. അപ്പം അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ചക്കക്കുരു ഒക്കെ ഒരുക്കി. ഞാൻ ഈ ചക്കക്കുരു ഇപ്പം 11:30 ആയിട്ടോ. ഈ ഒരു സമയത്താണ് ചക്കക്കുരു ഒരുക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ പല ഘട്ടമായിട്ടാണ് കേട്ടോ ഒരുക്കിയത്. കാരണം പിള്ളേരെ വഴക്കും കരച്ചിലും ഒക്കെ കാരണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ മുഴുവനായിട്ട് അവിടെ ഇന്ന് ഒരുക്കി കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദേ അമ്മ വന്ന് കോഴീനെയൊക്കെ ഓടിച്ചു വിടുവാണ് കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് ചെറുതായിട്ട് മഴയൊന്ന് ചാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വാതുക്കയിൽ വെച്ചിട്ട് ചക്കക്കുരു ഒരുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ചോരും കേട്ടോ. 1-2 ഓലയെങ്ങാണ്ട് അച്ഛൻ വെറുതെ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ, ഒരു ചെറിയ തണലിന് വേണ്ടിയിട്ട് കേട്ടോ. അത്ര ശക്തിയായിട്ട് മഴ പെയ്തോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു ശക്തിയിൽ പെയ്ത് കേട്ടോ മഴ, ഒരു ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് അമ്മയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുവാന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു 1/4 ഭാഗം ചക്കക്കുരു കേട്ടോ എനിക്ക് ഒരുക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത് ഇങ്ങനെ സഹായത്തിനൊന്നും ആളില്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. ചക്കക്കുരു ഒക്കെ ഒരുക്കാനാണ് ഇങ്ങനെ 2-3 പേരൊക്കെ കൂട്ടം കൂടിയൊക്കെ നിന്ന് ചക്കക്കുരു ഒരുക്കുവാണെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ദേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും വാവയും കൂടെ അവിടെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഷെഡ്. ഒരു 2-3 ഓലയേ ഉള്ളൂ കേട്ടോ. വെറുതെ ഇങ്ങനെ ആ ഒരു കമ്പ് നാട്ടിയിട്ട് അതിൻ്റെ പുറത്തെടുത്ത് ഇങ്ങനെ ആ ഒരു വാഴയിലും കൂടെ ചാരി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു ചെറിയ മഴയത്ത് ദേ അമ്പാടി ഇവിടെ കിടന്ന് നല്ലപോലെ ആർമാദിക്കുന്നുണ്ട് കേട്ടോ. അമ്പാടിക്ക് വെള്ളമൊന്നും കാണാൻ മേല, അമ്പാടിക്ക് ഭയങ്കര നെകളാണ് കേട്ടോ വെള്ളം കാണുമ്പം. പിന്നെ ഞാൻ ചക്കക്കുരു പൊളിക്കാനുള്ളത് ബാക്കി മാറ്റി വെച്ചതിന് ശേഷം കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഒരു ലോഡ് പാത്രമുണ്ട്. എനിക്കിങ്ങനെ ചെറിയ പാത്രങ്ങൾ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളായിട്ട് കഴുകണമെന്ന് എനിക്കിഷ്ടമില്ല കേട്ടോ. ഒരു ലോഡ് പാത്രം, ഒരു ലോഡ് തുണി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് തുണിയിട്ട് അലക്കണതും കുറേ പാത്രം കഴുകണതും അതുപോലെ വലിയ മുറ്റമൊക്കെ അടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രം ഇങ്ങനെ കുറച്ച് നമ്മളിപ്പോൾ രാവിലെ മുതലുള്ള പാത്രങ്ങൾ കുറച്ച് അധികം ആകുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കഴുകി വെക്കും. കുറച്ച് ഉള്ളെങ്കിൽ വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടേക്കും കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിരാനൊക്കെ ഇടുവാണെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിയിട്ടിട്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ കഴുകത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറേ പാത്രങ്ങളൊക്കെ കഴുകുവാണ് കേട്ടോ. ഒരു ലോഡ് പാത്രമുണ്ട്. ഈ ഒരു തട്ട് ചെറിയ തട്ടാണ് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് ചെറിയ പാത്രങ്ങളൊക്കെ നിന്ന് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാനിങ്ങ് മാറ്റി വെച്ച്. ഇതുപോലെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ കഴുകി വെച്ചതൊക്കെ കൂടി അപ്പുറത്തേട്ട് പോയി കേട്ടോ. ആ ഒരു ബക്കറ്റിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പുറത്ത് തോടിൻ്റെ ഒരു ചെറിയൊരു സൈഡ് ഭാഗമാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കണ ഭാഗം തോട് നികത്തിയതാണ് കേട്ടോ. ഇവിടെ തോടായിരുന്നു, നേരത്തെ വെള്ളമൊക്കെ ഉള്ള തോടായിരുന്നു കേട്ടോ ഈ ഒരു പാത്രം കഴുകുന്ന സ്ഥലം. അപ്പോൾ നികത്തിയതാണ്. പിന്നെ ആ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു കുഴി പോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ അങ്ങോട്ടേക്ക് ഇന്നാൾ പാത്രം കഴിയുമ്പോഴത്തേക്കും പാത്രം മൊത്തം അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് അതിൽ പിന്നെ ഞാൻ പാത്രമൊക്കെ അവിടെ നിന്ന് മാറ്റും കേട്ടോ. ഒരു പകുതി ആയി കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറ്റി ടാങ്കിൻ്റെ പുറത്ത് കയറ്റി വെക്കും. അങ്ങനെ അമ്മയാണെങ്കിൽ ബേസൻ മേടിക്കാൻ വന്നതാണ് കേട്ടോ എൻ്റെ നിന്ന്. പാത്രം ചോറൊക്കെ ഇട്ട്, ചൂട് ചോറാണെങ്കിൽ ആൾക്ക് നിരത്തി ഇട്ടിട്ടാണ് പട്ടിക്ക്, അതിലാണ് ചോറിങ്ങനെ ഇളക്കി എടുക്കുന്നത് കേട്ടോ. കൊടുക്കുന്നത് വേറെ പാത്രത്തിലാണ്, അതുങ്ങളുടെ പാത്രമുണ്ട്. അപ്പോൾ ഇതിൽ ചൂട് ചോറൊക്കെ ആണെങ്കിൽ ആ ഒരു വലിയ ബേസത്തിയിട്ട് ഇളക്കാമല്ലോ എന്നോർത്ത് അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു എനിക്ക് കുറച്ച് പാത്രം കൂടെ ഒന്ന് കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ കഴുകിയതിന് ശേഷം തരാമെന്ന് പറഞ്ഞപ്പം അമ്മ പിന്നെ കൈയൊക്കെ കഴുകിയിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ അപ്പുറത്ത് ചേട്ടനും അമ്പാടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വാവ ഉറങ്ങുവാണ്. അപ്പോൾ അവരോടാണ് അമ്മ അവിടെ നിന്ന് വർത്താനമൊക്കെ പറയണത് കേട്ടോ. അപ്പം അമ്മയുടെ ഭാഗം അമ്മ കുറേ കഴുകി വെച്ചു, എൻ്റെ ഭാഗം ഞാൻ കുറേ കഴുകുന്നു. അമ്മേനെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും കേട്ടോ. രാവിലെ ഏറ്റു കഴിഞ്ഞാൽ കൂടുതലും പാത്രം അമ്മ തന്നെയാണ് കഴുകാറ്. പിന്നെ അവിടെ ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ചെയ്ത ഓരോ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ട് പാത്രം ഇടുന്നത് മൊത്തം ഞാൻ തന്നെ കഴുകി വെക്കും കേട്ടോ. ചിലപ്പോൾ അമ്മയും കൊണ്ട് അവിടെ വെള്ളം ഒഴിച്ചൊക്കെ ഇടും. അതെല്ലാം കൂടി ഇങ്ങനെ കുതിർന്നതിന് ശേഷം ഞാൻ കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെ ഒരു ലോഡ് പാത്രം അങ്ങനെ കഴുകിയത്. ആ ഒരു സൈഡിൽ കൂടെ കാണാം കേട്ടോ, ആ ഒരു തോടിൻ്റെ ചെറിയ ഭാഗം, അവിടെ കോഴിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ്. അവർ നമ്മളിങ്ങനെ ചോറും അതും ഇതൊക്കെ കളയുന്നത് കൊണ്ട്, ഇങ്ങനെ ബാക്കി വരുന്ന ചോറും ഇതൊക്കെ കളയുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ഈ ഒരു കുഴിയിലോട്ട് ഇടുന്നത് കൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ കോഴി ഇങ്ങോട്ടേക്കാണ് കേട്ടോ വരുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്കാണ് കോഴിയൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ പാത്രം കഴുകി അവസാനിച്ചിട്ടില്ല, ലോഡ് കണക്കിന് പാത്രമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒരു ചെരുവവും ചീനച്ചട്ടിയൊക്കെ ഇരിപ്പുണ്ട്, താഴെ ഒരു ഉരുളി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. സൈഡ് ഇങ്ങനെ ചെരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ പാത്രം ഇങ്ങനെ കുഴിയായിട്ട് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് നേരമൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ദിവസമൊക്കെ ഇട്ടേക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പാത്രം ഓട്ടയായി പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം കഴുകി വന്നപ്പോഴത്തേക്കും നനഞ്ഞൊരു പരുവായിട്ടോ. ഞാൻ പാത്രം കഴുകാൻ പോയാലും തുണി അലക്കാൻ പോയാലൊക്കെ എൻ്റെ തല മുതൽ പെരുവിരൽ വരെ നനയും. ചിലപ്പോൾ അമ്മയൊക്കെ തുണി കഴുകാനും പാത്രം കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയുടെയൊക്കെ കൈ മാത്രമേ കേട്ടോ നനയത്തുള്ളൂ. ഞാൻ പാത്രം കഴുകാനും തുണി അലക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞ് കുളിച്ചേ കയറത്തുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു കുറച്ച് പാത്രം കഴുകിയതിൻ്റെയൊക്കെ മേളാൻ കാണാൻ എൻ്റെ മേല് മുഴുവൻ നനഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ 1-2 പാത്രമൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് എന്നെ കുറുക്കുണ്ടാക്കിയ ഒരു ചെറിയ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ദേ പാത്രം കഴുക്കെല്ലാം കഴിഞ്ഞ് നേരെ അകത്ത് വന്നു. പിന്നെ ബാക്കി ചക്കക്കുരുവൊക്കെ ഒരുക്കി വെച്ചു, മാങ്ങയും മുരിങ്ങക്കോലൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. പിന്നെ രാവിലെ ഞാനാണെങ്കിൽ മുട്ടയും പാവയ്ക്കയും കൂടെ ചിക്കി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അധികം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഉപ്പുമാവിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, പഴമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിവിടെ പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം വറുത്ത് വെച്ചു. അതിന് ശേഷം പിന്നെ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേന് റോബസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത്തപ്പഴം എല്ലാം ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 1-2 എണ്ണയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കഴിക്കും. ഞാനും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഒരു പഴം മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന റോബസ്റ്റ്, ഉള്ളി, കറിവേപ്പിലയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഈ ഒരു കഷ്ണം പഴം പുഴുങ്ങിയത് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. എനിക്ക് ചോറിനോടൊന്നും വലിയ താല്പര്യം ഇപ്പം ഇല്ല. ചോറ് കഴിക്കും, എന്നാലും ചൂട് കാരണം ഞാൻ ഒരുപാട് വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. കുപ്പിക്കണക്കിന് വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ച് കുടിക്കുന്നത് കൊണ്ട് ചോറൊന്നും അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ എനിക്ക് കഴിച്ചാൽ മതി ചെറുതായിട്ട്, കാരണം വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. ഇപ്പോഴത്തെ ചൂടിൽ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല. നമുക്ക് വയറ് നിറച്ച് വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ ഇളപ്പിളപ്പിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കും. കുപ്പിക്കകത്ത് ഒത്തിരി എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തെരുതരം നമുക്ക് പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ചക്കക്കുരു, മാങ്ങയും മുരിങ്ങക്കോലൊക്കെ വേവിച്ച് വെച്ചിട്ട് വേഗം പോയി കുളിച്ച് കേട്ടോ. ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കോലൊക്കെ വേവിച്ച് വെച്ചിട്ട് കടുകൊക്കെ വറുത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടെ വഴറ്റി അരപ്പും ഇട്ട് ചക്കക്കുരു മാങ്ങയൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കി അങ്ങനെ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. പലരും പല രീതിക്കൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അരപ്പിൽ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ തേങ്ങ ഇത്രയാണ് കേട്ടോ അരയ്ക്കുന്നത്. അങ്ങനെ അതെല്ലാം മൂപ്പിച്ചിട്ട് ചക്കക്കുരു റെഡിയാക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഞാൻ കുറുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിക്കുട്ടിന് കൊടുക്കാൻ വേണ്ടി രാവിലെ ഞാൻ കുറുക്കുണ്ടാക്കും. അത് രാവിലെയും കൊടുക്കും, പിന്നെ ഒരു ഉച്ച ആവാറാകുമ്പോഴത്തേനും കുറച്ച് കൊടുക്കും. അതിന് ശേഷം പിന്നെ വൈകിട്ടത്തേനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കും കേട്ടോ. രാവിലെ ഉണ്ടാക്കണേ അങ്ങനെ വെച്ചേക്കാൻ കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് സ്റ്റൗവിൽ അപ്പുറത്ത് ഞാനാണെങ്കിൽ കുറുക്കും വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തീ കൂട്ടി ഇട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങും കേട്ടോ.
അങ്ങനെ പിന്നെ ഭയങ്കര ചൂടാണ്, കുളിച്ചിട്ട് വന്നിട്ട് പോലും വെട്ടി വേർക്കുകയാണ് കേട്ടോ എന്നെ. പിന്നെ ആ ചക്കക്കുരുവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി വേണം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ചക്കക്കുരു ഒക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളി അരിഞ്ഞതിൻ്റെയും മുളക് അരിഞ്ഞതിൻ്റെയും പിന്നെ വെളുത്തുള്ളി പൊളിച്ചതിൻ്റെയൊക്കെ തൊണ്ട് അടുക്കള മൊത്തം കിടക്കുവാണ് കേട്ടോ. അതിൻ്റെയൊക്കെ പുറത്ത് ചവിട്ടിയെന്നാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ അടുക്കളയൊക്കെ അടിച്ച് വാരി തുടച്ച് റെഡിയാക്കിയിട്ടിട്ട് റൂമിലേക്ക് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചുമന്ന വലിയ ടിന്നി ഇരിക്കുന്നത് പനങ്കൽക്കണ്ടാണ് കേട്ടോ. പിന്നെ ബാക്കി ആ 3 കുഞ്ഞു ടിന്നിലിരിക്കുന്നത് ഉഴുന്നും പരിപ്പും പിന്നെ വേറെ എന്താണ്ടുണ്ട്, എന്താണെന്ന് ഓർക്കണില്ല. അപ്പം അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പനങ്കൽക്കണ്ട ഞാൻ കുറുക്കിനിടാൻ മറന്നു പോയായിരുന്നു. ഇനിയിപ്പോൾ അത് ഇടണം. അങ്ങനെ ദേ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി ഇനിയൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഞാൻ ഇറക്കും കേട്ടോ. അതിന് ശേഷം ദേ എൻ്റെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ല, സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിന് ഉപ്പുമാവൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടയും പാവയ്ക്കയും ചിക്കി തോരൻ വെച്ച് അതും ചൂടാക്കി വെച്ചു, ഉപ്പുമാവ് ചൂടാക്കി വെച്ചു. പിന്നെ പപ്പടം ഇരിപ്പുണ്ട്, പഴം പുഴുങ്ങിയത് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് ഈ ഒരു ചക്കക്കുരു മാങ്ങ കറി. പിന്നെ വൈകിട്ട് അച്ഛൻ പണിക്ക് പോയിട്ട് അച്ഛൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മീൻ മേടിക്കുമായിരിക്കും കേട്ടോ. മിക്ക ദിവസം മീൻ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ എൻ്റേതായ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറുക്കും ഒന്ന് റെഡിയാക്കി എടുത്ത് തണുക്കാനായിട്ട് വെക്കണം. അതിന് ശേഷം ആ കറിയൊന്ന് റെഡിയാക്കി വെക്കണം. ഒന്ന് കുറച്ചൊന്ന് കുറുകിയാൽ മാത്രം മതി കേട്ടോ. ഇനി എനിക്ക് അടിച്ച് വാരണം, അടുക്കളയൊക്കെ ഒന്ന് തുടയ്ക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇന്ന് ഫുൾ വ്ലോഗ് എടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചില്ല കേട്ടോ. രാത്രിക്ക് വരെയുള്ള കുറേ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫോണിൽ ചാർജ് കുറഞ്ഞതുകൊണ്ട് അത് കുത്തിയിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1-2 ഷോർട്സ് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിക്ക് ചെയ്യേണ്ട കുറച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോയെടുത്ത് അതും ഫോൺ കുത്തിയിട്ടിട്ട് 4%, 5% ആകുമ്പോഴത്തേക്കും വേഗം പോയി ഓരോ ഷോർട്സൊക്കെ എടുത്തിട്ട് കയറി പോരും കേട്ടോ. അങ്ങനെ പിന്നെ ദേ കുറുക്കൊക്കെ റെഡിയാക്കി കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരുവാണ് കേട്ടോ. മൊത്തം അടിച്ചൊക്കെ വാരി ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ തുടച്ചതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ റൂമിലേക്ക് പോയത്. അപ്പം ബാക്കി അങ്ങനെ അധികം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. രാത്രിക്ക് ഫുഡ് കഴിക്കുന്നതും അങ്ങനെ പിന്നത്തെ വിശേഷങ്ങളൊന്നും എടുത്തില്ല, കാരണം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ പോലും എനിക്ക് ചെറുതായിട്ട് നടുവേദനയും പുറം വേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. തറയൊന്നും ഞാൻ അങ്ങനെ എന്നും തുടയ്ക്കാറില്ല കേട്ടോ. ഒരുപാട് അങ്ങ് അഴുക്കായി കഴിഞ്ഞാൽ മാത്രമേ തുടയ്ക്കാറുള്ളൂ. ഇപ്പം അങ്ങനെ ഒരുപാട് അഴുക്കാക്കാറില്ല കേട്ടോ. ആരും തന്നെ അങ്ങനെ ഇപ്പം മഴക്കാലത്തിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ടൈലൊക്കെ ആയതുകൊണ്ട് ചെളിയും വെള്ളവും ഒക്കെ ഇങ്ങനെ ചവിട്ടി കയറ്റി അങ്ങനെ ഒരുപാട് അഴുക്കാവും. ഇപ്പം അങ്ങനെ ഇപ്പം വെയിലല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കാകാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.